ചീഫ് സെക്രട്ടറിക്ക് വീണ്ടും കത്ത് നൽകി എൻ പ്രശാന്ത് IAS. സസ്പെൻഷൻ ആധാരമായ ഡിജിറ്റൽ തെളിവുകൾ നൽകണം എന്നാണ് ആവശ്യം. ഡിജിറ്റൽ തെളിവുകൾ പരിശോധിക്കാമെന്ന് സസ്പെൻഷൻ ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, സസ്പെൻഷനിലായ ശേഷവും എൻ പ്രശാന്ത് IAS തൻ്റെ പോരാട്ടം തുടരുകയാണ്. നിരവധി തവണയാണ് അദ്ദേഹം ചീഫ് സെക്രട്ടറിക്ക് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കത്ത് നൽകുന്നത്. നേരത്തെയും ഇത്തരം കത്ത് എൻ പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്ക് നൽകിയിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ കത്ത് അദ്ദേഹം നൽകിയിരിക്കുന്നത് സസ്പെൻഷൻ ആധാരമായി ഡിജിറ്റൽ തെളിവുകൾ നൽകണമെന്നുള്ള ആവശ്യത്തിന്മേലാണ്. കൂടുതൽ വിവരങ്ങൾ പ്രജിത് മോഹനൻ. വിനോദ് പറഞ്ഞതുപോലെ തന്നെയാണ് എൻ പ്രശാന്ത് ചീഫ് സെക്രട്ടറിയെയും സർക്കാരിനെയും ഒന്നും വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. കൃത്യമായി ഇടവേളകളിൽ കൃത്യമായ പണി കൊടുക്കുന്നു എന്നൊക്കെ തന്നെ വേണമെങ്കിൽ IAS തലപ്പത്തേക്ക് അടക്കം പറച്ചിലുകൾ പോലെ തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ ഏറ്റവും പുതിയ അദ്ദേഹം നൽകിയിരിക്കുന്ന കത്ത് എന്ന് പറയുന്നത് തൻ്റെ സസ്പെൻഷന് കാരണമായിട്ടുള്ള ഡിജിറ്റൽ തെളിവുകൾ അത് കൈമാറണമെന്നാവശ്യപ്പെട്ടാണ്, അത് പരിശോധിക്കാൻ അവസരം നൽകണമെന്നാവശ്യപ്പെട്ടുള്ള കത്താണ് നൽകിയിരിക്കുന്നത്. അദ്ദേഹം ഇതിന് പറയുന്ന കാരണം നേരത്തെ സസ്പെൻഷൻ ഓർഡറിൽ തന്നെ കൃത്യമായി ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ നടപടി സ്വീകരിച്ചത് എന്നുള്ളത് പരിശോധിക്കാൻ കഴിയും. ഓഫീസ് സമയത്തെത്തി ഏത് സമയത്തും ഈ തെളിവുകളും ഈ രേഖകളും ഒക്കെ പരിശോധിക്കാൻ പ്രശാന്തിന് അവസരം കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് അതിൽ നടപടികൾ ഉണ്ടായിട്ടില്ല. അതിൽ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ അതിലൊരു വിസമ്മതം പ്രകടിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തനിക്ക് തൻ്റെ വശം ഉന്നയിക്കുന്നതിന് സ്വാഭാവികമായ നീതി പ്രകാരം തൻ്റെ വശം ഉന്നയിക്കുന്നതിനുള്ള അവകാശം ലംഘിക്കപ്പെട്ടിരുന്നു. എവിഡൻസ് ആക്ടിന് വിരുദ്ധമാണ്. നേരത്തെ ഉണ്ടായ ചില കേസുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രശാന്ത് ഈ വിഷയത്തിൽ ഈ കത്ത് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ തെളിവുകൾ പരിശോധിക്കാനുള്ള അവസരം നൽകണമെന്നും പറയുന്നുണ്ട്. ഈ രേഖകൾ, പ്രത്യേകിച്ച് ഈ രേഖകൾ സൃഷ്ടിച്ച ആളുകളുടെ പേരുവിവരങ്ങൾ പുറത്തു വരുമെന്നുള്ള ഭയത്തിലാണോ ഈ രീതിയിൽ വിവരങ്ങൾ നൽകാത്തത്, അല്ലെങ്കിൽ തെളിവുകൾ കൈമാറാത്തത് തുടങ്ങിയിട്ടുള്ള പരിഹാസ സ്വരത്തിലുള്ള കാര്യങ്ങളും ഈ കത്തിൽ പ്രശാന്ത് ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ രീതിയിൽ സർക്കാരുമായും ചീഫ് സെക്രട്ടറിയുമായിട്ടും ഒക്കെ നേരിട്ട് ഏറ്റുമുട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രശാന്ത്. നമുക്കറിയാം, ഒരാഴ്ച മുൻപാണ് പ്രശാന്ത് 7ഓളം ചോദ്യങ്ങളുമായി ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചത്. ആ ചാർജ് മെമ്മോയ്ക്ക് മറുപടി നൽകണമെങ്കിൽ ഈ കത്തിലുള്ള ആവശ്യങ്ങൾ അതിൽ തനിക്ക് മറുപടി ആദ്യം നൽകണമെന്നുള്ളതായിരുന്നു അന്ന് പ്രശാന്തിൻ്റെ ഒരു നിലപാട്, അല്ലെങ്കിൽ ആവശ്യം. അന്ന് അദ്ദേഹം പ്രധാനമായും ഉന്നയിച്ചത് ഈ ഡിജിറ്റൽ തെളിവുകൾ, അതിൻ്റെ രേഖകളൊക്കെ ആരുടെ ഫോണിൽ നിന്നാണ് അല്ലെങ്കിൽ ആരുടെ ഡിവൈസിൽ നിന്നാണ് എടുത്തത്, ഏത് ഉദ്യോഗസ്ഥന്റെ അക്കൗണ്ടിൽ നിന്നാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചിരുന്നു. അത്തരം ചോദ്യങ്ങൾക്കൊന്നും ഇതുവരെയും പ്രശാന്തിന് ചീഫ് സെക്രട്ടറി മറുപടി നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല. എന്നാൽ വീണ്ടും സമാനമായ രീതിയിൽ ചീഫ് സെക്രട്ടറിയെ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമങ്ങളുമായി പ്രശാന്ത് പോവുകയാണ്. ഈ IAS തലപ്പത്തെ പലവിധ ചേരിപ്പോരുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പലവിധ തർക്കങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു പ്രശാന്ത് സ്വീകരിക്കുന്ന നിലപാടുകൾ പോലെ ഒരു ഉദ്യോഗസ്ഥരും പെരുമാറുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു പോരാട്ടം തന്നെ നടത്തുന്നതെന്നൊക്കെ ചിലരെങ്കിലും പറയുന്നത് പോലെ അങ്ങനെ ഒരു സമീപനം ഇതിനു മുൻപ് ആരും എടുത്തതായി കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് പ്രശാന്ത് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നു, ചാനൽ അഭിമുഖങ്ങളിൽ പങ്കെടുക്കുന്നു, കൃത്യമായ നിലപാടുകൾ പറയുന്നു, വീണ്ടും വീണ്ടും ഇത്തരത്തിൽ സർക്കാരിനെയും ചീഫ് സെക്രട്ടറിയും ഒക്കെ പ്രതിരോധത്തിലാക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. വിനോദ്, തീർച്ചയായും സസ്പെൻഷനിലായ ശേഷവും പ്രശാന്ത് തൻ്റെ പോരാട്ടം അവസാനിപ്പിക്കുന്നില്ല. അദ്ദേഹം വീണ്ടും ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകുകയാണ്. നിലവിൽ ഇതിനു മുമ്പും സമാനമായ നിലയിൽ കത്തുകൾ നൽകിയിരുന്നു. പ്രജിത് മോഹനൻ, അതിന്മേലുള്ള നടപടികൾ എന്തായി എന്ന് നമുക്കറിയാൻ കഴിയുന്നുണ്ടോ? അതിന്മേൽ എന്തെങ്കിലും ചീഫ് സെക്രട്ടറിക്ക് അങ്ങനെ മറുപടി നൽകണമെന്നുള്ള നിഷ്കർഷയൊന്നും സർക്കാർ രേഖയിലില്ലല്ലോ. പ്രത്യേകിച്ച് സസ്പെൻഷനിൽ കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥന് ഇത്തരത്തിൽ കത്ത് നൽകിയാൽ അതിന് മറുപടി നൽകുന്ന രീതികളൊന്നും ചീഫ് സെക്രട്ടറി അത്തരത്തിലുള്ള നിലപാടുകൾ കൈക്കൊള്ളും എന്ന് കരുതാൻ കഴിയുമോ? ഇപ്പോൾ നൽകിയ കത്തിനും അദ്ദേഹത്തിന് മറുപടി നൽകേണ്ട ഒരാവശ്യം ചീഫ് സെക്രട്ടറിക്ക് കാണുന്നുണ്ടോ പ്രജിത് മോഹനൻ? വിനോദ, സമാനതകളില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഇക്കാര്യങ്ങൾ നടന്നു പോകുന്നത്, അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. കാരണം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതും അതിൽ ചാർജ് മെമ്മോ നൽകുന്നതും, ഉദ്യോഗസ്ഥർ അതിൽ മറുപടി നൽകുന്നു, കുറച്ച് നാളുകൾക്കുള്ളിൽ ആ മറുപടി നൽകിയതിന് ശേഷം ഇത്ര നാളുകൾക്കുള്ളിൽ നടപടി ഉണ്ടാകുന്നു, നടപടി സ്വീകരിച്ചതിന് ശേഷം എന്താണോ ആ നടപടി അതനുസരിച്ചുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു. സാധാരണഗതിയിൽ IAS തലപ്പത്തും മറ്റുമൊക്കെ ഇത്തരത്തിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെയായിരുന്നു എല്ലാ കാലത്തും നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കീഴ്വഴക്കങ്ങളും അത് തന്നെയായിരുന്നു. പക്ഷേ ഒരു ഉദ്യോഗസ്ഥൻ തനിക്കെതിരായ നടപടി ഇത്രയധികം പരസ്യമായി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലൊക്കെ കാര്യങ്ങൾ പോകുമെങ്കിലും ഈ ഒരു
പരസ്യ നിലപാട് സ്വീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇതിനു മുൻപ് പോയിട്ടില്ല. പ്രത്യേകിച്ച് അതിന്റെ സാങ്കത്യമടക്കം ചോദ്യം ചെയ്തുകൊണ്ട് ഏത് രീതിയിലാണ് തനിക്കെതിരെ നടപടി സ്വീകരിക്കുന്നത്, ആരാണ് തനിക്കെതിരെ പരാതി തന്നത്, പരാതി നൽകിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് സർക്കാരിന് നേരിട്ട് ചീഫ് സെക്രട്ടറിക്ക് തനിക്കെതിരെ നടപടി സ്വീകരിക്കാൻ കഴിയുക, അതോടൊപ്പം ആരാണ് തനിക്കെതിരെ തെളിവുകൾ ശേഖരിച്ചത്, ആരുടെ അക്കൗണ്ടാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത്, ഡിജിറ്റൽ തെളിവുകൾ പ്രത്യേകിച്ച് അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലകത്തിനെതിരെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ട് എടുത്തത് ആരുടെ ഫോണിൽ നിന്നാണ്, അല്ലെങ്കിൽ ആരുടെ ഡിവൈസിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ പ്രശാന്ത് ഉന്നയിക്കുന്നത് അല്പം അത്രയ്ക്ക് കേട്ട് പരിചയമില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് ചാർജ് മുംബൈക്ക് വിശദീകരണം നൽകാതെ മറുചോദ്യങ്ങൾ ഉന്നയിക്കുകയായിരുന്നു പ്രശാന്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. സാധാരണമായ ഒരു നടപടി തന്നെയാണ് എന്നുള്ളത് IAS രംഗത്ത് ആ രീതിയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഒരു കത്ത് നൽകിയിരിക്കുന്നത്. ഈ കത്തും അസാധാരണമാണ് എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. സാധാരണഗതിയിൽ ഉണ്ടാകുന്നൊരു രീതിയല്ല. എന്തായാലും പ്രശാന്തിനെതിരെ കടുത്ത നടപടിക്ക് തന്നെയാണ് സാധ്യത. പ്രത്യേകിച്ച് തുടർച്ചയായി ഈ രീതിയിൽ സർക്കാരിനെയും ചീഫ് സെക്രട്ടറിയും ഒക്കെ പ്രതിരോധത്തിലാക്കുന്ന സാധാരണ അച്ചടക്ക നടപടികളെ പോലും ചോദ്യം ചെയ്യുന്ന നിലപാടാണ് പ്രശാന്ത് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രശാന്തിനെതിരെ കൂടുതൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന നിലപാടിൽ തന്നെയാണ് ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ. നേരത്തെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ജയതിലകത്തിനെതിരായ സമൂഹ മാധ്യമ പോസ്റ്റുകളുടെ കാര്യത്തിൽ ഒരു വിശദീകരണവും ചോദിക്കാതെയാണ്, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു ചോദ്യം ചെയ്യലോ അല്ലെങ്കിൽ മൊഴിയെടുക്കലോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള സമീപനങ്ങളോ ഒന്നും സൃഷ്ടിക്കാതെ, അതായത് സാധാരണഗതിയിൽ ഒരു IAS തലപ്പത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ, പ്രത്യേകിച്ച് പ്രശാന്ത് കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് ഈ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകുന്നത്. അത്രയും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാകുന്ന സമയത്ത് ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടത് എന്നുള്ള ചോദ്യം പോലും പ്രശാന്തിന്റെ അടുത്ത് ചീഫ് സെക്രട്ടറി ചോദിച്ചിരുന്നില്ല. പരസ്യമായി നടത്തിയ അധിക്ഷേപമായതിനാൽ അതിൽ അങ്ങനെ തന്നെ നടപടിയെടുക്കുന്നു എന്നുള്ളതായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ നിലപാട്. അങ്ങനെ വിശദീകരണം പോലും ചോദിക്കാതെ സസ്പെൻഷൻ നടപടികളിലേക്ക് പോയത് അന്നേ പ്രശാന്ത് ചോദ്യം ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ചാർജ് മെമ്മോ നൽകിയിട്ടും തുടർ ചോദ്യങ്ങളുമായി ചീഫ് സെക്രട്ടറിക്കും അല്ലെങ്കിൽ സർക്കാരിനും കൂടുതൽ തലവേദനയായി പ്രശാന്ത് രംഗത്ത് വരുന്നത്. വിനോദ്, വ്യക്തമാണ്. ചീഫ് സെക്രട്ടറിക്ക് വീണ്ടും കത്ത് നൽകിയിരിക്കുകയാണ് പ്രശാന്ത് IAS. സസ്പെൻഷൻ ആധാരമായി ഡിജിറ്റൽ തെളിവുകൾ നൽകണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. ഡിജിറ്റൽ തെളിവുകൾ പരിശോധിക്കാമെന്ന് സസ്പെൻഷൻ ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ വാർത്തകൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും പ്രജിത് മോഹൻ.